നമ്മളിന്ന് പറയുന്നതേ കീം വഴി അല്ലെങ്കിൽ കേരളത്തിലുള്ള എൻജിനീയറിംഗ് കോളേജസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻജിനീയറിംഗ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു മൂന്നാളിലാണ് പറയുന്നത് അല്ലേ എപ്പോഴും. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ ഒക്കെയാണ് സാധാരണ നമ്മൾ പറയണത്. ഇതൊന്നും അല്ലാതെ ഏകദേശം 52ഓളം എൻജിനീയറിംഗ് ബ്രാഞ്ചസ് നമുക്ക് ഈ ഒരു കീമിൻ്റെ അലോട്ട്മെൻറ്റ് വഴി അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോഴ്സുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് തന്നെ അല്ലെങ്കിൽ കോഴ്സുകളായിട്ടുള്ള പല കോഴ്സുകളും ഉണ്ട്. പണ്ടൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ CS തന്നെ പല വകഭേദങ്ങളുണ്ട്. AI ഉണ്ട്, DS ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചസ് ഇതിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ CS അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഉള്ളൊരു കോളേജ് ആണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കോഴ്സുകൾ പഠിച്ചാലും പ്ലേസ്മെൻറ്റ് കിട്ടും. കമ്പ്യൂട്ടർ സയൻസിൽ പ്ലേസ്മെൻറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ AI ആണെങ്കിലും DS ഒക്കെ ആണെങ്കിലും നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിൽ ആ ഒരു ഫീൽഡ് എസ്പെഷ്യലി റോബോട്ടിക്സ് ഒക്കെ ആവുമ്പോൾ ഇപ്പോൾ കുറേ സ്റ്റാർട്ടപ്പുകൾ റോബോട്ടിക്സിൻ്റെ ഇതൊക്കെ ഇതാവുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഫെസിലിറ്റീസ് ഇല്ലാതെ, ഒരു ലാബ് ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജ് അവൈലബിൾ അല്ലാത്ത ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണേ മുമ്പ് ഒന്ന് ആലോചിക്കുക. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ അടുത്ത് ചോദിക്കുക. അവരുടെ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം കൂടിയുണ്ട്. ചിലവർ പറയാറുണ്ട് ഞാൻ കോണ്ടന്റിൽ നിന്ന് കുറച്ചും കൂടി പറയുന്നുണ്ട് എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് അറിയാത്തവർക്കായിട്ടാണ്. നിങ്ങൾ ആ സ്ഥലം ഒന്ന് സ്കിപ്പ് ചെയ്തോ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെൻ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്കൊരു 3rd ഇയർ ഒക്കെ ആകുമ്പോൾ തുടങ്ങി അത്യാവശ്യം പ്ലേസ്മെൻറ്റുകൾ വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റാർ ഇട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സപ്ലി അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് വരുത്തരുത് എന്നുള്ളതാണ്. പണ്ടൊക്കെ ഒരു 3-4 കൊല്ലം മുമ്പാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചില കമ്പനീസ് നിങ്ങളെ ഇതിന് ഇരുത്തും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇപ്പോൾ വരുന്നത് നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എൻജിനീയറിംഗ് അഡ്മിഷൻ പഠിച്ചിറങ്ങുന്ന കുട്ടികളും വളരെ തുച്ഛമായ ഒരു രീതിയിലാണ് പോണത്. വളരെ വിഷമകരമുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. കാരണം ആ കോളേജിലോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലോ പ്ലേസ്മെൻറ്റ് ഇല്ലാത്തത് ആയതുകൊണ്ടല്ല. അവർ പ്ലേസ്മെൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനികൾ ഓഫറായിട്ട് വരുന്ന സമയത്ത് അവർക്ക് സപ്ലി ഉണ്ടാവും. അവർക്ക് അതിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഭാവി നിങ്ങൾ വെറുതെ കളയരുത്, സപ്ലികൾ വരുത്തരുത്. എസ്പെഷ്യലി നിങ്ങൾ ആ ഒരു 3rd ഇയർ ഒക്കെ ആകുമ്പോൾ, അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലാന്നേ. നമ്മൾ +2 പഠിച്ചതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് പോകുന്നത്. 2nd ഇയർ ഒക്കെ നമ്മൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് KTO നോട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ടല്ലോ, നിങ്ങളുടെ ടോപ്പിക് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നല്ല ക്ലാസ്സുകൾ കിട്ടും. ഇപ്പോൾ കുറേ കാണും, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരെണ്ണം കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ കൊള്ളാലോ ഈ പുള്ളി എടുക്കണം, എനിക്ക് മനസ്സിലാവണ്ടല്ലോ. അപ്പോൾ ആ പുള്ളിയുടെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അല്ലെങ്കിൽ വേറൊരെണ്ണം, ചിലപ്പോൾ ആ പുള്ളിയുടെ ആ ഒരു ടോപ്പിക്കായിരിക്കും നല്ലത്, വേറൊരാളുടെ ആയിരിക്കും വേറൊരു ടോപ്പിക്കായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വീഡിയോസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ക്ലാസ് ഇരിക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ആ സാറിനോട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ സബ്ജക്റ്റിനോടൊരു ഇഷ്ടക്കുറവുണ്ട് എന്നൊക്കെ ഉള്ളവർ, നിങ്ങൾ അത്യാവശ്യം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാം. KTO നോട്ട്സ് അവൈലബിൾ ആക്കുക. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയറിലൊക്കെ ചെയ്ത് പഠിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജയിച്ചു പോരാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ അതായത് സപ്ലികൾ വരുത്തരുത്. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ ഫീ കൺസെഷനൊക്കെ കിട്ടുന്ന, ഇപ്പോൾ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ കീമിൻ്റെയൊക്കെ അഡ്മിഷൻ ആകുമ്പോൾ നിങ്ങൾ കീം വഴി ഇത്രയും രൂപ അഡ്മിഷൻ കൊടുക്കണം, ഫീസ് കൊടുക്കണം, നിങ്ങൾ കീമില്ലാതെ എടുക്കുമ്പോൾ ഇത്രയും ഫീസിലൊക്കെ തരാമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കിട്ടില്ല കേട്ടോ, അതായത് സ്കോളർഷിപ്പ് കിട്ടില്ല കേട്ടോ നിങ്ങൾ മാനേജ്മെൻറ്റിലൊക്കെ പോയി എടുത്താൽ. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ വളരെ കുറഞ്ഞൊരു ഫീസിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ സപ്ലി വന്നു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ആ ഫുൾ എമൗണ്ട് അടക്കണം എന്നുള്ളത് പറയും. അപ്പോൾ അതുകൊണ്ട് സപ്ലി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം ആ ഒരു ഭാവി നിങ്ങൾ കളയാതിരിക്കുക. ബിടെക്കൊക്കെ പഠിച്ച നല്ല ജോലികളൊക്കെ കിട്ടും. ബിടെക്ക് പഠിച്ചവരൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു എന്ന് പറയുന്നവർ സപ്ലികളുള്ളവരും അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരൊക്കെയാണ്. സോ
അത്യാവശ്യം അതായത് നമ്മൾ ഇപ്പോൾ 2025 പാസ് ഔട്ട് ആവണ കുട്ടിക്ക് ആ 25ഉം ഒരു പക്ഷേ 26ഉം ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ സപ്ലി ഉണ്ട് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ 27 അല്ലെങ്കിൽ 26 ലാസ്റ്റ് ആകുമ്പോൾ തുടങ്ങിയൊന്നും പിന്നെ ആ ഒരു ഫ്രഷേഴ്സിന് എടുക്കില്ല. നമുക്ക് എക്സ്പീരിയൻസ് വയ്ക്കും. നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്താലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. സോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കണേ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന കോഴ്സുകൾ ഏതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ഓപ്ഷൻസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കോഴ്സുകളുടെ കോഡും കൂടി നോക്കണം. ഇപ്പോൾ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ AI എന്നുള്ള കൂടെ തന്നെ GS വരുന്നുണ്ട്, അല്ലെങ്കിൽ AI മാത്രമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല കോഴ്സുകളുണ്ട്. അപ്പം നിങ്ങൾ ആ ഫുള്ളായിട്ട് വായിച്ച് നോക്കി കോഴ്സ് കോഡ് നോക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കോളേജുകളുടെ ഒരു ലിസ്റ്റിൽ അവരുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടാവും, എത്ര ഇൻടേക്ക് ഉണ്ട്, ഏതൊക്കെ കോഴ്സാണ് ബിടെക്കിന് അവിടെ ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ആ കോഴ്സുകളൊക്കെ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക, കോളേജുകളിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവണില്ല, ഇന്ന കോഴ്സിനോട് എനിക്ക് ഇഷ്ടമുണ്ട്, ആ കോഴ്സ് എവിടെയാണ് എന്നുള്ളത് അറിയാവുന്നില്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് രജിസ്റ്റർ, അതായത് റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾക്ക് ഓപ്ഷൻ കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓപ്ഷൻസ് വരുമ്പോൾ ഓരോ കോളേജിൻ്റെ നേരെ അവിടെയുള്ള കോഴ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നോക്കാം. അതിൽ നോക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, സേവ് ചെയ്ത് വെച്ചാലാണ് ഓപ്ഷൻസ് ഓക്കെ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അത് ആ ഒരു ടൈമിൽ പറഞ്ഞുതരാം, ഇത്രയുടെ ഓപ്ഷൻ ഇരിക്കുകയാണൊക്കെ കേട്ടോ. അപ്പോൾ കോഴ്സുകളെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ കോഴ്സാണ് എന്നുള്ളത്. ചുമ്മാ ഒരു പേര് കണ്ടിട്ട് അതവിടെ എടുത്ത് വെക്കരുത്, കാരണം ഒരു പേരിൽ തന്നെ 2-3 കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും. ഇപ്പോൾ CS റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ CS ആയിട്ടുള്ള അലൈഡ് കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇലക്ട്രോണിക്സ് അലൈഡ് കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇലക്ട്രിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ഉണ്ട്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. അതായത് ബിടെക് നമ്മൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 2 രീതിയിൽ വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് അല്ല, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ കോഴ്സ് നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് നീറ്റ് എഴുതിയിട്ട് നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കേളപ്പാജി കോളേജൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ ഇത് ബിടെക് ആണ്. ബിടെക്കിലും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് കേട്ടോ. 2ൻ്റെ സിലബസ് വ്യത്യാസമുണ്ട്, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുപോലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി. ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും ഇപ്പോൾ AI പോലെ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ AI പോലെ ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്ന ഈ VLSIയും അതുപോലെ തന്നെ എംബെഡഡ് സിസ്റ്റം ഒക്കെ. അപ്പോൾ അതും ഇപ്പോൾ പറയുന്നത് അത്യാവശ്യം നല്ല കോഴ്സായിട്ടാണ്. അതായത് കൂടെ പറയാം, ഇപ്പോൾ നിങ്ങൾ എന്നോട് ഏതെങ്കിലും ഒരു കോഴ്സ് ഏതാണ്, എനിക്കതിനെപ്പറ്റി അധികാരമായിട്ട് പറയാൻ അറിയില്ല, പക്ഷേ എന്നോടൊരു സജഷൻ ചോദിക്കുവാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സജഷൻ ഇല്ല. കാരണം ഇപ്പോൾ ഈ 2025 ഇപ്പോൾ പറയുവാണ് EC നല്ല കോഴ്സാണ്, അല്ലെങ്കിൽ CS നല്ല കോഴ്സാണ്, സിവിൽ എഞ്ചിനീയറിംഗ് നല്ലതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഈ ഒരു കോഴ്സിനോ ഇതിനോ ആയിരിക്കണം പ്രാധാന്യം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത വേറൊരു കോഴ്സായിരിക്കും, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ചോയ്സ്. പിന്നെ നിങ്ങൾ അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ റാങ്കൊക്കെ വരുവാണെങ്കിൽ ഇനിയിപ്പോൾ ശ്രമം ഒക്കെ എത്രമാത്രമാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കോഴ്സാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മളുടെ കുറേകളൊക്കെ അല്ലേ, അതുപോലെ തന്നെ സപ്ലി ഇല്ലാതിരിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫ്രഷേഴ്സ് എന്നുള്ള ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത്യാവശ്യം ഈ ഇൻറ്റേൺഷിപ്പുകളൊക്കെ വരുന്നുണ്ട്, നല്ല നല്ല ഇൻറ്റേൺഷിപ്പുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് സപ്ലി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സപ്ലികൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ സ്കൂൾ ലൈഫിൽ നിന്ന് കോളേജിലേക്ക് പോവുകയാണ്, അത്യാവശ്യം ഉഴപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നാതിരിക്കുക. ഇനി തോന്നിയാലും നമ്മളുടെ ഒരു പരിധി ഉണ്ടല്ലോ, അതിൽ നിന്ന് പോവാതിരിക്കുക. അതുപോലെ തന്നെ എക്സാമുകളൊക്കെ നന്നായിട്ട് എഴുതാം. നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നെ നാളെ കോമൻറ്റ് സെക്ഷനിൽ വരും, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി പെരുമാറുക, കാര്യങ്ങൾ മനസ്സിലാക്കി വായിക്കുക. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നാവണോ ചീത്തയാവണോ എന്നുള്ളതിനേക്കാൾ നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്ന് നല്ല കൂട്ടുകൂടണം എന്ന് പറഞ്ഞു വിട്ടാലും നല്ല കൂട്ടുകൂടണം നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ,
അപ്പോൾ VLSIയുടെ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ബയോടെക്നോളജി ആൻഡ് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം, അതൊക്കെ ഇപ്പോൾ വന്നേക്കുന്ന കോഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അത്യാവശ്യം പ്ലേസ്മെൻറ്റ് CS ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്കൊക്കെ പിന്നെ ചില കമ്പനീസ് വന്നിട്ട് ഈ ഒരു കോഴ്സ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടാറ്റ പോലുള്ള ചില കമ്പനീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജിലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റം, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആൻഡ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡേറ്റാ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി, ഡയറി ടെക്നോളജി, പിന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആൻഡ് DS, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളജി. കണ്ടോ, ഇതിൽ തന്നെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും, പക്ഷേ വ്യത്യാസമുണ്ട്. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഏത് കോളേജിലാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെ കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോഴ്സിൻ്റെ ലിസ്റ്റ് കറക്റ്റായിട്ട് കൂടുതൽ ഇതോടുകൂടി നിങ്ങൾക്ക് അറിയണം, വായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് നിങ്ങൾ ലോഗിൻ ചെയ്യൂല, അതിന് തൊട്ട് മുകളിലായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ നോക്കണ മുമ്പ് പ്രോസ്പെക്ടസ് കാണില്ലേ, അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 134, 135 പേജിലായിട്ട് ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി അത് മനസ്സിലാക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.